നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതായത് മുൻ DGP ശ്രീലേഖ IPSനെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് പോക്സോ കേസ് എടുത്തിരിക്കുന്നു. ഈ മാസം 13-നാണ് ഇവിടെ പോലീസ് കേസെടുത്തത്. പരാതിക്കാരൻ സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി എന്ന് പറയുന്ന തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ജയചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ശ്രീലേഖയ്ക്കെതിരെ അദ്ദേഹം മ്യൂസിയം പോലീസിൽ നേരിട്ട് ചെന്ന് പരാതി കൊടുത്തു. എന്നാൽ ഈ പരാതി സ്വീകരിക്കാനോ നടപടിയെടുക്കാനോ പോലീസ് അന്ന് തയ്യാറായില്ല. ശേഷം തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3-ൽ നേരിട്ട് ഹാജരായി പരാതിക്കാരൻ പരാതി നൽകി. തെളിവുകൾ കോടതി പരിശോധിച്ചു. തെളിവുകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു ഉത്തരവുണ്ടായി. ഈ ഉത്തരവിനെ തുടർന്നാണ് മ്യൂസിയം പോലീസ് ഈ 2026 ഫെബ്രുവരി 13-ന് ശ്രീലേഖ IPSനെതിരെ പോക്സോ കേസ് എടുത്തിരിക്കുന്നത്. ശ്രീലേഖ IPSനെ എല്ലാവർക്കും അറിയാം. അവരിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറാണ്, BJPയുടെ നേതാവാണ്. ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള ഒരു പേര് കൂടെയാണ് ശ്രീലേഖ IPSന്റേത്. എന്തായാലും അവർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. പോലീസ് കേസെടുക്കാൻ ആദ്യം വിസമ്മതിച്ചു എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ്. മാത്രമല്ല, കേസെടുത്തതിന് ശേഷം പരാതിക്കാരന് പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് കേസെടുത്തു എന്നുള്ള ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് FIRന്റെ കോപ്പി കൈപ്പറ്റേണ്ടി വന്നു. അതിനുശേഷമാണ് ഈ വിവരം ഇപ്പോൾ പുറത്തറിഞ്ഞിരിക്കുന്നത്. എന്തായാലും മുഖ്യധാര മാധ്യമങ്ങൾ ഇത് മറച്ചുവെക്കാൻ പരമാവധി ശ്രമിച്ചു. ഒരുപക്ഷെ അവരെ വിവരം അറിയിച്ചിട്ടുണ്ടാകില്ല. എന്തായാലും സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് കേസിൽ പ്രതിയാകുന്നത് എങ്കിൽ അവന്റെ വീടും നാടും അതുപോലെ തന്നെ അവന്റെ ജാതകവും ഒക്കെ പരിശോധിച്ച് അവനെതിരെ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾ ഇക്കാര്യം അന്വേഷിക്കാൻ അവർ ശ്രമിച്ചില്ല എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ്. പ്രത്യേകിച്ച് മുൻ DGP, വനിതാ DGP എന്നൊക്കെയുള്ള ഒരു നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി, മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ്, കോർപ്പറേഷൻ കൗൺസിലർ, ജനപ്രതിനിധിയാണ്. അത്തരത്തിൽ ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഇത്തരമൊരു ആരോപണം ഉയർന്നു വന്നു. പോലീസ് കേസെടുത്തു. ആ കേസ് മാധ്യമങ്ങൾ മറച്ചുവെച്ചു. അവരത് അന്വേഷിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ്. അതോടൊപ്പം തന്നെ പോലീസ് ഈ വിവരം മറച്ചുവെച്ചു. വളരെ രഹസ്യമാക്കി ഈ വിവരം പുറം ലോകത്തെ അറിയിക്കാതിരിക്കാൻ പോലീസ് പ്രത്യേകം ശ്രദ്ധിച്ചു. ഒരു ആരോപണം ഉണ്ടായാൽ മതി. നമുക്കറിയാം, നമ്മുടെ ഈ കേരളത്തിൽ, മറ്റു സംസ്ഥാനങ്ങളെയൊക്കെ നമുക്ക് മാറ്റി നിർത്താം. ഈ കേരളത്തിൽ പോക്സോ കേസ് എന്ന് പറയുന്നത് ഇവിടെ പലപ്പോഴും ആ നിയമം പലരും ദുരുപയോഗം ചെയ്യാറുണ്ട്. അത്തരത്തിൽ ഒരുപാട് കേസുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാകുന്നു എന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും പല പ്രമുഖരും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള കേസുകൾ എടുക്കുമ്പോൾ, നടപടിയിലേക്ക് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കോടതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇവിടെ വളരെ കൃത്യമായി തെളിവ് സഹിതം ശ്രീലേഖ IPSന്റെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി കേസെടുക്കാൻ ഇവിടെ പോലീസിന് നിർദ്ദേശം നൽകിയത്. അങ്ങനെ പോലീസ് കേസെടുത്തത്. അതായത് ഡൽഹി നിർഭയ കേസ്, അതുപോലെ തന്നെ കിളിരൂർ കവിയൂർ കേസുകൾ, ഗോവിന്ദച്ചാമി പ്രതിയായ കേസ്, പെരുമ്പാവൂർ പീഡന കേസ്, അങ്ങനെ ഒട്ടനവധി പീഡന കേസുകളുമായി ബന്ധപ്പെട്ട് ആ പീഡന കേസുകൾ ഇരയുടെ പേര് വെളിപ്പെടുത്തി എന്നുള്ളതാണ് ശ്രീലേഖ IPSനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം അല്ലെങ്കിൽ പരാതി. തെളിവ് സഹിതം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി എന്ന് പറയുന്ന തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തെളിവ് സഹിതം കോടതിയെ സമീപിച്ചപ്പോഴാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നേരത്തെ പോലീസിനെയും ഇത്തരത്തിലുള്ള തെളിവുകളൊക്കെ ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ബോധ്യപ്പെടുത്തിയിരുന്നു. എന്നാൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. ഇത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. അതുപോലെ തന്നെ ഇത് മറച്ചുവെച്ചു എന്നുള്ളത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പോലീസ് അറിയിച്ചിട്ടാണോ അറിയിക്കാതെയാണോ അക്കാര്യം വ്യക്തമല്ല. എന്തായാലും ഇത്തരത്തിലുള്ള കേസുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങൾ അതൊക്കെ അന്വേഷിച്ച് അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സാധാരണക്കാരനാണ് ആ കേസ് തെറ്റാണോ ശരിയാണോ അതൊന്നും വിഷയമല്ല. ഒരു സാധാരണക്കാരനാണ് കേസിൽ പ്രതിയാകുന്നത് എങ്കിൽ അവർ ഏത് രീതിയിലാണ് പോലീസ് കൈകാര്യം ചെയ്യുക, മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന കാര്യം നമുക്കൊക്കെ അറിയാം. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇവിടെ ശ്രീലേഖ IPSനെ പോലെ ഉത്തരവാദിത്വപ്പെട്ട പദവിയിൽ ഇരുന്നിരുന്ന ഒരു വനിതാ IPS ഉദ്യോഗസ്ഥ, അവർക്കെതിരെ ഒരു പരാതി ഉയർന്നു വന്നു. പോലീസ് കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. എന്നിട്ടും അത് വാർത്തയായില്ല.
ഇപ്പോൾ അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണ്. BJP-യുടെ വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയായി ഇവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണ്. വട്ടിയൂർക്കാവ് മണ്ഡലം നമുക്കറിയാം, BJP-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ്. അവർക്ക് പ്രതീക്ഷയുള്ള മണ്ഡലമാണ്. ഭാവിയിൽ ഒരു MLA ഒക്കെ ആയി വരാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ ശ്രീലേഖ IPS. നിലവിൽ കോർപ്പറേഷൻ കൗൺസിലറാണ്. അത്തരത്തിൽ ഒരു പദവിയിലിരിക്കുന്ന ഒരു ജനപ്രതിനിധിയായിട്ടുള്ള വ്യക്തിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. ഇതിനേക്കാളൊക്കെ ഉപരി അവരൊരു വനിതയാണ്. ഒരു വനിതാ IPS-കാരിയായിരുന്നു, വനിതാ DGP ആയിരുന്നു. അത്തരത്തിലൊരു പോസ്റ്റിൽ ഇരുന്നിരുന്നു ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിക്കെതിരെ ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം നേരത്തെ ഉയർന്നു വന്നു. ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. സസ്നേഹം ശ്രീലേഖ എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ഇരകളെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിൽ അവർ ഏർപ്പെട്ടത്. ഇരകളുടെ പേര് വിവരങ്ങൾ അവർ വിളിച്ചു പറഞ്ഞത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതുവരെ ഈ കേസെടുത്ത വാർത്ത ഫെബ്രുവരി 13 കേസെടുത്തു. ഇന്ന് ഫെബ്രുവരി 26 13 ദിവസം കഴിഞ്ഞു. ഈ 13 ദിവസത്തിനടുക്ക് ഈ വാർത്ത കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് വലിയ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് തന്നെയാണ്. ആരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ വാർത്തകൾ മറച്ചുവെച്ചത്, അല്ലെങ്കിൽ പോലീസ് ഇവരെ മറച്ചുവെച്ചത് എന്ന കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഇവിടെ കേരളം ഭരിക്കുന്നത്. പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി. അദ്ദേഹമാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ആഭ്യന്തര വകുപ്പിനെ ഭരിക്കുന്നത് പിണറായി വിജയനാണ്. തീർച്ചയായിട്ടും ഒരു ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ മുൻ DGP ശ്രീലേഖ. എന്നിട്ട് പോലും അവരെ കുറിച്ചുള്ള ഗുരുതരമായിട്ടുള്ള ഒരു വിവരം എങ്ങനെ അത് പുറത്തു വരാതിരുന്നു? കാരണം ഇവിടെ പോലീസിൽ തന്നെ രഹസ്യാന്വേഷണ വിഭാഗമുണ്ട്. ഈ രഹസ്യാന്വേഷണ വിഭാഗം ഇത് സർക്കാരിനെ അറിയിക്കാതിരിക്കാൻ ഒരു വഴിയുമില്ല. മറ്റെല്ലാ വഴികളിലും ഈ ഒരു വാർത്ത പുറത്തു വരാതെ ഇരിക്കാൻ എല്ലാവരും ശ്രമിച്ചാലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഭരണത്തിലിരിക്കുന്ന ആളുകൾ ഒരിക്കലും ഈ വാർത്ത അറിയാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല. പക്ഷെ ഇവിടെ ഈ വാർത്ത മറച്ചു വെച്ചു എന്നുള്ളത് ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ്. എന്തായാലും ഇവിടെ ഇതിന്റെ FIR ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. FIR ഇവിടെ നേരിട്ട് പരാതിക്കാരൻ സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് ഈ FIR-ന്റെ കോപ്പി കൊടുക്കാൻ തയ്യാറായത്. ഇതുവരെ ഈ FIR-മായി ബന്ധപ്പെട്ടുള്ള ഒരു വിവരങ്ങളും സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. പരാതിക്കാരൻ നേരിട്ട് ഹാജരായി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് FIR കൈമാറാൻ തയ്യാറായി. എന്നിട്ട് പോലും വാർത്ത ഇതുവരെ ആരും നൽകിയിട്ടില്ല. എന്തായാലും ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ്. വനിതാ IPS ഓഫീസറായിരുന്നു, DGP ആയിരുന്നു. അത്തരത്തിൽ ആ പദവിയിൽ ഇരുന്നിരുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇവർ ഇരകളെ അപമാനിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഇനിയെങ്കിലും മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ച് അന്വേഷിക്കാനും ആ വാർത്ത പൊതുസമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കാനും തയ്യാറാകണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.